ആണുങ്ങളെ ഇച്ചിരി ഡിസിപ്ലിനൊക്കെ ഉള്ള എല്ലാം അടുക്കി പെറുക്കി വെക്കുന്നത്. ഇത് ചിരിക്കരുത്. പ്രാവശ്യം മടക്കി വെച്ച തുണി എടുത്ത് വെക്കുന്ന ജസ്റ്റിയാണ്, ഞാൻ സമ്മതിച്ചു. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. എന്നാൽ ഈ കുറിഞ്ചിത്താറ കുണ്ടിക്കുലിക്ക് പോകുന്ന പോക്ക് കണ്ടോ. എന്നാലും ജസ്റ്റ് എന്തിൻ്റെ പുറകോട്ടാണ് തള്ളിക്കയറ്റുന്നത്. പക്ഷേ സ്വന്തമായിട്ട് എത്ര ബനിയനുണ്ടെന്നോ, സ്വന്തമായിട്ട് എത്ര നിക്കറുണ്ടെന്നോ, സ്വന്തമായിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നടത്തില്ല. എന്നും ഒരു തൊലിഞ്ഞ ഗ്യാപ്പ് കിട്ടിക്കറങ്ങി. ജസ്റ്റി നോക്കിയ ജസ്റ്റിയുടെ തൊലിഞ്ഞ ഗ്യാപ്പ് പ്രേമം കാണാം. ഗ്യാപ്പ് ഒരു അടച്ചു കൂട്ടി പോയി. ഉണഞ്ഞ വെച്ച ഇടി ഞാൻ വെച്ചിരും കേട്ടോ. കണ്ടോ ടീഷർട്ട് മടക്കല്ലേ, ചുമ്മാ മടക്കി വെച്ചേക്കുമല്ലായിരുന്നോ. ഇതാണ് ഈ താഴെ കാണുന്നത് മുഴുവൻ ആശാന്റെ ടീഷർട്ടുകളാണ്. ടീഷർട്ട് എത്ര ലെയറായിട്ടാന്ന് നോക്കിയ ടീഷർട്ട് ആണല്ലോ കേട്ടോ. ജെസ്സിയുടെ ടീഷർട്ട് കളക്ഷൻ ഇത് മുഴുവൻ. ഇത്രയും ടീഷർട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇത്രയല്ല, അതിൻ്റെ ബാക്കിലേക്കും ഉണ്ട്. ഈ 2-3 ബാക്കിലേക്ക് അതേ ലെയർ ഉണ്ട് കേട്ടോ. ബാ ഗ്യാപ്പാണോ അത്? ജസ്റ്റ് പ്രശ്നമുണ്ടോ? ഗ്യാപ്പ് മടക്കുവാണോ? അത് പോയിന്ന് കൂട്ടിക്കൊണ്ടാ മതി. എന്നതിന് വേണ്ടി ഭാര്യയ്ക്ക് സോക്സ് ഇട്ട് കൊടുക്കുന്ന കെട്ടിയോ. ചെരിഞ്ഞു പോയി ജസ്റ്റ്. എന്താ ഇതൊരു വട്ടാണ്, വട്ട് തിരിഞ്ഞു പോയി. ഇതിനകത്ത് സാന്റാക്ലോസ് അപ്പൂപ്പൻ സൈഡിലാ വന്നേ. ജസ്റ്റിക്ക് ഇപ്പം എന്നാ അറിയണ്ടേ? എന്ത് ജസ്റ്റി കണ്ണിലെന്തോ കുരു. ജസ്റ്റിക്ക് എന്നാ അറിയണ്ടേ? ജസ്റ്റിയുടെ ടീഷർട്ട് എന്ത് ചെയ്യുന്നോ? ദൃശ്യ സിനിമയെ മോഹൻലാൽ പറഞ്ഞല്ലേ, ആ രഹസ്യം എന്നോടുകൂടി മണ്ണടിയും. എനിക്കും നമ്മുടെ ഫ്രണ്ട്സിനും അറിയാം ഇവിടെ എന്നല്ലേ. സീക്രട്ടാ, ജസ്റ്റിനോട് പറഞ്ഞു കൊടുത്തേക്കരുത്. നിങ്ങൾക്ക് ജസ്റ്റിനോടുള്ള പ്രേമ നിമിത്തം അരുത്. ഇത്രയും ടീഷർട്ട് നിങ്ങൾ കണ്ടില്ലേ? ഈ ടീഷർട്ടൊക്കെ ഇടട്ടെ, എന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ.